ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചന ചിന്തയ്ക്കായി പഠനത്തിനായി ഒരവസരം കൂടി ദൈവം നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തിരുവെഴുത്ത് പരിശോധിച്ചാൽ വിശ്വാസികൾ എന്ന് പറയുന്നതായ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവർ എന്ന് പറയുന്നതായിട്ടുള്ള ആളുകളെ രണ്ട് തരത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്, വിശേഷിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആത്മീകന്മാരെന്നും ജഡികന്മാരെന്നും അങ്ങനെ രണ്ട് തരത്തിലാണ് വിശ്വാസികളെ പൊതുവിൽ തരംതിരിച്ചിരിക്കുന്നത്. ജഡികന്മാരെന്ന് പറഞ്ഞാൽ അവർ വീണ്ടുജന്മം പ്രാപിച്ചതായിട്ടുള്ള ആളുകൾ തന്നെയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് അവരെ ജഡികന്മാരെന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ, വീണ്ടുജന്മം പ്രാപിച്ചതായിട്ടുള്ള ആളുകൾ, രക്ഷിക്കപ്പെട്ട ആളുകൾ, അവർ ദൈവാത്മാവിൽ നിന്നുള്ള ആലോചനകൾ കേട്ട് അതിനനുസരിച്ച് ജീവിക്കുവാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. എന്നാൽ അത് ചെയ്യാതെ അവർ ജഡത്തിൻ്റെ മോഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച്, സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച്, സ്വന്തം ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ള നിലയിലാണ് അവരെ ജഡികന്മാർ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ദൈവമക്കളുടെ ജീവിതം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ആലോചനയ്ക്ക്, ദൈവവചനത്തിൽ നിന്നും ദൈവം നൽകുന്നതായിട്ടുള്ള ആലോചനയ്ക്ക് അനുസരിച്ചിട്ടാണ് ജീവിക്കേണ്ടത് എന്ന് നമുക്കറിയാമല്ലോ. എന്നാൽ ജഡിക ജീവിതം നയിക്കുന്നതായിട്ടുള്ള ആളുകൾ, അവരുടെ അന്ത്യം എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അത് ആത്മീയമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുകൂടെ ജീവിക്കുന്നതിനും ക്രിസ്തീയ ജീവിതത്തെ വിജയകരമാക്കുന്നതിനും വളരെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ അവൻ ക്രിസ്തുവിനോട് ചേരുകയാണ് ചെയ്യുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ, അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ ഒരുവൻ വീണ്ടും ജന്മം പ്രാപിച്ച്, വിശ്വസിച്ച്, നീതീകരണം പ്രാപിച്ച്, സ്നാനപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേരുകയാണ് ചെയ്യുന്നത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് അത് കാണുവാനായിട്ട് കഴിയും. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത് ക്രിസ്തുവിനോട് കൂടെയുള്ള അല്ലെങ്കിൽ ക്രിസ്തുവിൽ ഉള്ള ജീവിതമാണ്. എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ക്രിസ്തുയേശുവിൽ, അവനിൽ എന്നൊക്കെ നമ്മൾ ധാരാളം പ്രയോഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരുവൻ വീണ്ടും ജനിക്കുമ്പോൾ, രക്ഷിക്കപ്പെടുമ്പോൾ അവൻ ക്രിസ്തുവിൽ ആയിത്തീരുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് ബൈബിളിലെ അവിതർക്കിതമായ ഒരു ഉപദേശമാണ്. അപ്പോൾ ക്രിസ്തുവിലായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ യഥാർത്ഥത്തിൽ ആ ഒരു വീണ്ടും ജന്മം നാം പ്രാപിച്ചുവോ, ദൈവത്തോട് ഒരു സമാധാനം നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വന്നിട്ടുണ്ടോ, അതല്ല എങ്കിൽ നിത്യതയിൽ നാം എവിടെയായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ഉറപ്പ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിന് സഹായകരമായ ചില വേദഭാഗങ്ങൾ നമുക്ക് തുടർന്ന് പരിശോധിക്കാം എന്ന് വിചാരിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ 6-ാമത്തെ അധ്യായത്തിൽ ക്രിസ്തുവിനോട് ചേരുവാൻ, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നവരായ നിങ്ങൾ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അപ്പോൾ യേശു ക്രിസ്തുവിനോട് ചേർന്നവരായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ആ യേശു ക്രിസ്തുവിൽ നിലനിൽക്കുന്നതായിട്ടുള്ള, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അപ്പോൾ ക്രിസ്തുയേശുവിൽ നിലനിൽക്കേണ്ടത്, ചേരുകയും നിലനിൽക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ 8-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമ്മൾ ഇംഗ്ലീഷ് ബൈബിളുകൾ എടുത്ത് പരിശോധിച്ചാൽ, KJV മുതലായിട്ടുള്ള തർജ്ജമകളിൽ കേവലം അതിനോട് ചേർന്ന് ഒരല്പം കൂടി ഉണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് ഏത് കയ്യെഴുത്ത് പ്രതിയെ ആശ്രയിച്ചിട്ടാണ് ഈ ബൈബിൾ പരിഭാഷ ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അപൂർവമായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ അവിടെയും ഇവിടെയും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അലക്സാണ്ട്രിയൻ കയ്യെഴുത്ത് പ്രതിയിൽ നിന്നാണ് ഈ KJV തർജ്ജമ ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഉള്ള തർജ്ജമ, KJV ബൈബിളിൽ നിന്നുള്ള തർജ്ജമ, ഈ 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തെ നാം വായിച്ചാൽ നമുക്ക് ഇപ്രകാരമാണ് അതിനെ പറയുവാനായിട്ട് കഴിയുക. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക്
ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാവുന്നതായിട്ടുള്ള മക്കളോടോ അല്ലെങ്കിൽ മറ്റ് സഹോദരങ്ങളോടോ അല്ലെങ്കിൽ സഭയിലെ ഏതെങ്കിലും സഹോദരങ്ങളോടൊക്കെ ചോദിച്ചാൽ അത് നിങ്ങൾക്ക് വായിച്ച് വിശദീകരിച്ച് അവർ നൽകുന്നതാണ്. അപ്പോൾ ഈ 8-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നാം വായിക്കുന്നത് ആ ഒരു നിലയിൽ ചിന്തിച്ചാൽ, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് നമ്മൾ തിരുത്തി വായിക്കേണ്ടതാണ്. അപ്പോൾ മലയാള ബൈബിൾ പരിഭാഷ അത് പൂർണ്ണമല്ലേ എന്നുള്ള ഒരു ചോദ്യമൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ കയ്യെഴുത്ത് പ്രതികളിൽ തമ്മിൽ വളരെ നിസ്സാരമായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ നമ്മളുടെ വിശ്വാസത്തെയോ നമ്മളുടെ ആത്മീയ ജീവിത കാഴ്ചപ്പാടുകളെയോ മാറ്റത്തക്ക നിലയിലുള്ളതായിട്ടുള്ള കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടാണ് ഈ 1-ാം വാക്യം അതുകൂടെ ചേർത്ത് ഞാൻ പറയാൻ കാരണമെന്ന് പറയുന്നത്, തുടർന്നുള്ള വാക്യങ്ങളും അതിനോട് സമാനമായിട്ടുള്ള അതിനെ ഉറപ്പിക്കുന്നതായിട്ടുള്ള വാക്യങ്ങളാണ് എന്നുള്ളതുകൊണ്ട് അത് ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ട സമയത്ത് ഈ വാക്യവും ഈ നിലയിലായിരുന്നു എന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർ എന്ന് പറഞ്ഞാൽ ആ വാക്യം തന്നെ അതിനൊരു വിശദീകരണം നൽകുന്നുണ്ട്. ക്രിസ്തുയേശുവിലുള്ളവർക്ക് ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അപ്പോൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾ ക്രിസ്തുയേശുവിൽ ഉള്ള ഒരാളാണ് എന്ന് പറയുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ അവർ രക്ഷിക്കപ്പെട്ടവരല്ലെന്നോ വീണ്ടുജന്മം പ്രാപിച്ചവരല്ലെന്നോ എന്ന് നമുക്ക് തീർത്തും പറയാനായിട്ട് കഴിയില്ല. കാരണം ജഡികന്മാരെക്കുറിച്ച് പറയുന്നത്, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ജഡികന്മാരെക്കുറിച്ച് പറയുന്നത് അതിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ, എന്നാൽ സഹോദരന്മാരെ നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെയല്ല ജഡികന്മാരോട് എന്ന പോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ ജഡികന്മാരായിട്ടുള്ള ആളുകൾ ക്രിസ്തുവിൽ ശിശുക്കളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിനോട് സമാനമായിട്ടാണ് 8-ാമത്തെ അധ്യായത്തിലും അവർ വീണ്ടും ജന്മം പ്രാപിച്ചവരാണ്, രക്ഷിക്കപ്പെട്ടവരാണ്. എന്നാൽ അവർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള നിർദ്ദേശം ആത്മാവിൽ നിന്നാണ്. എന്നാൽ ആത്മാവിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചിട്ടല്ല, മറിച്ച് ജഡത്തിൽ നിന്നുള്ള നിർദ്ദേശത്തിനനുസരിച്ചാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ ഈ ജഡത്തിൽ നിന്നനുസരിച്ച് ജീവിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർ ക്രിസ്തുയേശുവിലുള്ളവർ എന്ന് തീർത്ത് പറയുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ അവർ വിശ്വാസികളല്ല എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. കാരണം അവർ ക്രിസ്തുവിൽ ശിശുക്കൾ എന്നാണ് നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ അവരെക്കുറിച്ച് വായിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർക്ക് ശിക്ഷാവിധി ഇല്ല എന്ന് തീർത്ത് പറയാനായിട്ട് സാധിക്കാത്തത് എന്നുള്ളത് ഈ 8-ാമത്തെ അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വിശദീകരിച്ച് അങ്ങോട്ട് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം, ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർ ക്രിസ്തുവിൽ വസിക്കുന്നതായിട്ടുള്ള ആളുകളാണ്, ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നതായിട്ടുള്ള ആളുകളാണ്. എന്നാൽ ജഡത്തെ അനുസരിച്ചാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ അവർക്ക് മാനസാന്തരപ്പെട്ട് ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു തലത്തിലേക്ക് മാറുവാനായിട്ടുള്ള അവസരമുണ്ട്. എന്നാൽ അങ്ങനെ മാറിയില്ലെങ്കിൽ അവർ മരിക്കും നിശ്ചയം. 13-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. മാനസാന്തരപ്പെടാൻ കൂട്ടാക്കാത്ത ജഡിക ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടി മാത്രം ഒരാൾ മുന്നോട്ട് ജീവിച്ച് പോയാൽ അതിൻ്റെ അന്ത്യം എന്ന് പറയുന്നത് ആത്മീകമായിട്ടുള്ള മരണമാണ് എന്നുള്ളതൊരു സത്യമാണ്. അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഉപദേശമാണ്. ഇവിടെ ഈ മരിക്കും നിശ്ചയം എന്ന് പറയുമ്പോൾ ഇത് എന്ത് മരണമാണ് എന്നുള്ളതിനെക്കുറിച്ച് ചില ആളുകളൊക്കെ ചില തർക്കസംഗതികൾ ഉന്നയിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ഡിതന്മാരെന്ന് പറയുന്നതായിട്ട് ചില ആളുകളോട് ഈ ഒരു വാക്യത്തെക്കുറിച്ച് ഞാൻ നേരിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം എന്ന് പറഞ്ഞത് അത് ശാരീരിക മരണത്തെക്കുറിച്ചാണ് എന്നാണ് അങ്ങനെയുള്ളവർ എന്നോട് പറഞ്ഞത്. എന്നാൽ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുവാനോ ഒന്നും അവർ തയ്യാറാകാതെ അവർ ഒഴിവായി പോവുകയാണ് ചെയ്തതെന്നുള്ളതും അതിനകത്ത് ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇത് ശാരീരിക മരണമാണെങ്കിൽ ലോകത്തിൽ ആരും നിത്യതയിലേക്ക് പോവുകയില്ല. കാരണം എല്ലാവർക്കും ശാരീരിക മരണമുണ്ട്. ശാരീരിക മരണത്തിലൂടെ അല്ലാതെ ആരും കടന്നു പോകുന്നില്ല.
പിന്നെ കർത്താവിൻ്റെ വരവെങ്കിൽ രൂപാന്തരപ്പെടുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ നമുക്കറിയാം, നമുക്ക് മുമ്പേ ജീവിച്ചിരുന്നതായിട്ടുള്ള 1-ാം നൂറ്റാണ്ടിൽ മുതലുള്ളതായിട്ടുള്ള ആളുകളെല്ലാം ശാരീരികമായിട്ടുള്ള മരണത്തിലൂടെ കടന്നു പോയതാണ്. അപ്പോൾ ശാരീരികമായിട്ടുള്ള മരണം ആണ് എങ്കിൽ ആരും നിത്യതയിൽ കാണുകയില്ല എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ഇത് ആത്മീയമായിട്ടുള്ള മരണമാണ് എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ആളുകൾ സ്ഥാപിച്ചു വെച്ചിരിക്കുന്നതായിട്ടുള്ള ഉപദേശ സംഹിതകൾക്ക് ചേരുന്നതല്ല. അതുകൊണ്ട് ഇത്തരം ദൈവവചന ഭാഗങ്ങൾ അവരെ വിശദീകരിക്കാതെ മനഃപൂർവ്വം ഒഴിവാക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവവചനം വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രധാന കാര്യം, നമ്മൾ ഏതൊരു ആശയമോ ഒക്കെ വ്യാഖ്യാനിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുമ്പോൾ അതിന് വിരുദ്ധമായിട്ടുള്ള വേദഭാഗങ്ങളൊന്നും ബൈബിളിൽ വരാനായിട്ട് പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്നത് തെറ്റിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ ഉള്ളവർ എന്ന് പറഞ്ഞാൽ അവർ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ്, ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളല്ല. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവർ ക്രിസ്തുവിൽ ശിശുക്കളാണ്. അവർക്ക് ശിക്ഷാവിധി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആശ്രയിച്ചിരിക്കുന്നത് അവരുടെ ജീവിതകാലത്ത് അവർ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നതിൽ നിന്നും തിരിഞ്ഞ് ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നതിലേക്ക് മാനസാന്തരപ്പെട്ടു വരുന്നുണ്ടോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. 8-ാം അധ്യായത്തിൻ്റെ തുടർന്നുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. എന്തുകൊണ്ടാണ് ജഡസ്വഭാവമുള്ളവർക്ക് ശിക്ഷാവിധിയെ സംബന്ധിക്കുന്ന ഉറപ്പില്ലാത്തതെന്ന് ചോദിച്ചാൽ, അവർ ചിന്തിക്കുന്നതെല്ലാം ജഡത്തിനുള്ളതായിട്ടുള്ള കാര്യങ്ങളാണ്. ജഡത്തിനുള്ളതായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് അതിൽ ജീവിക്കുന്ന ഒരാൾ ഒരു രക്ഷിക്കപ്പെടാത്ത ആളുകൾക്ക് തുല്യമായിട്ടാണ് അവരുടെ ജീവിതം. ഒരുപക്ഷെ ഒരു ദൈവിക ജീവൻ്റെ വെളിച്ചത്തിൻ്റെ ഒരു അംശം അവരുടെ ഹൃദയത്തിൽ കാണുമെന്നുള്ളതിൽ കവിഞ്ഞ് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ജീവിതവും യഥാർത്ഥത്തിൽ ജഡത്തെ അനുസരിച്ച് അല്ലെങ്കിൽ ഒരു അവിശ്വാസിയെപ്പോലെ ജീവിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ജഡത്തെ അനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതാണ് ചിന്തിക്കുന്നത്, അങ്ങനെയെങ്കിൽ അതിൻ്റെ പരിണതഫലം എന്താണെന്നുള്ളത് 6-ാമത്തെ വാക്യത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. അപ്പോൾ ജഡത്തെ അനുസരിച്ച് അങ്ങനെ ജീവിച്ചാൽ മരിക്കും എന്ന് 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇംഗ്ലീഷ് ബൈബിളിൽ നിന്നും പറഞ്ഞ അതേ കാര്യമാണ് ഇവിടെ വീണ്ടും 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. 13-ാമത്തെ വാക്യത്തിലും നമ്മളത് തന്നെയാണ് കണ്ടത്. പിന്നെ ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. എന്തുകൊണ്ടാണ് ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ശിക്ഷാവിധി വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് എന്ന് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ കഴിയുന്നതുമില്ല. ഒരാൾ ജഡത്തെ അനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ അവൻ ദൈവത്തിൻ്റെ ശത്രുവാണ്, അല്ലെങ്കിൽ ദൈവത്തോടുള്ള ശത്രുത്വത്തിലാണ് അവൻ ജീവിക്കുന്നത്. അവൻ വീണ്ടും ജന്മം പ്രാപിച്ചു എന്ന് പറയുന്നതിലൊന്നും ഒരർത്ഥവുമില്ല. ഒരുപക്ഷെ അവൻ ഏറ്റുപറഞ്ഞിട്ടുണ്ടാവും, സ്വീകരിച്ചിട്ടുണ്ടാവും. അത് സത്യമല്ല എന്നും നമുക്ക് പറയാനായിട്ട് കഴിയില്ല. കാരണം അവർ ക്രിസ്തുവിൽ ശിശുക്കൾ എന്നുള്ളത് വചനം തന്നെ നമുക്ക് വെളിപ്പെടുത്തുന്നുവല്ലോ. അതുകൊണ്ട് അവരങ്ങനെ ഏറ്റുപറഞ്ഞ് സ്വീകരിച്ച ഒരു തീരുമാനമെടുത്ത ആളുകളൊക്കെയാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിരിക്കാം. എന്നാൽ അവർക്ക് ശിക്ഷാവിധി ഇല്ല എന്നുള്ളതൊരു ഉറപ്പ് ദൈവവചനം നൽകുന്നില്ല എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 8-ാം അധ്യായം 8-ാം വാക്യം, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നയിക്കുവാനായിട്ട് ഈ ജഡസ്വഭാവമുള്ളവർക്ക് കഴിയില്ല. കാരണം ജഡസ്വഭാവം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ദൈവത്തോടുള്ള ഒരു ശത്രുതയിലാണ് ഒരാൾ ജഡത്തിൽ ആണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ജഡത്തെ അനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ ഒരാൾ ദൈവത്തോടുള്ള ശത്രുത്വത്തിലാണ് ജീവിക്കുന്നത് എന്ന് നമുക്കറിയാം. നമ്മൾ യാക്കോബ് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു, ആകയാൽ ലോകത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തിൻ്റെ ശത്രുവാകുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ ലോകസ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ജഡസ്വഭാവത്തിൽ നിന്നും ഉളവാകുന്നതായ ജഡിക ചിന്തകളിൽ നിന്നും ഉളവാകുന്നതായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതുകൊണ്ട് അത് ദൈവത്തോടുള്ളൊരു ശത്രുത്വമാണ്. ദൈവത്തിൻ്റെ ശത്രുവിന് ഒരിക്കലും ഒരു ശിക്ഷാവിധിയിൽ നിന്നുള്ള വിടുതൽ ദൈവം വാഗ്ദത്തം ചെയ്യുന്നില്ല, വചനവും വാഗ്ദത്തം ചെയ്യുന്നില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഗൗരവമായിട്ടാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ.
അപ്പോൾ ക്രിസ്തുവിൽ ശിശുക്കളായിരിക്കുന്ന ആളുകൾ അവരിൽ ദൈവാത്മാവ് വസിക്കുന്നുവെങ്കിൽ അവർക്ക് ജഡസ്വഭാവം വരികയില്ല, അവർ ആത്മസ്വഭാവമുള്ള ആളുകളാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആത്മസ്വഭാവമില്ല, ജഡസ്വഭാവമാണ് ഉള്ളതെങ്കിൽ നമ്മളിൽ ദൈവാത്മാവ് വസിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരാൾ വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ ദൈവാത്മാവിനെ ദൈവം അവർക്ക് കൊടുക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അർത്ഥം. അവരിൽ ആ ദൈവാത്മാവിനെ കൊടുത്തിരിക്കുന്നത് വീണ്ടെടുപ്പ് നാളിലേക്ക് മുദ്രയിട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്നാൽ നമുക്ക് ദൈവാത്മാവ് ഉള്ളതിൻ്റേതായിട്ടുള്ള ഒരു പ്രയോജനം അവരുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ള നിലയിലാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം നമുക്കറിയാമല്ലോ, ദൈവാത്മാവിനെ കെടുത്തരുത് എന്ന് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിലും ദുഃഖിപ്പിക്കരുത് എന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിൽ ദൈവാത്മാവ് ഉണ്ടെങ്കിലും ദുഃഖിപ്പിച്ചോ കെടുത്തിയോ, അല്ലെങ്കിൽ എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ കൃപയുടെ ആത്മാവിനെ നിന്ദിച്ചോ ജീവിക്കുന്ന ഒരു ജീവിതം നമുക്ക് സാധ്യമാണ്. അങ്ങനെയാണ് നാം ജീവിക്കുന്നതെങ്കിൽ ആത്മാവ് ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ട് ഒരു പ്രയോജനവും നമുക്ക് ലഭിക്കുന്നതല്ല, ആത്മസ്വഭാവം നമുക്ക് വരുന്നതല്ല. ആത്മാവിനെ നാം അനുസരിക്കാൻ കൂട്ടാക്കുന്നില്ല എങ്കിൽ അത് ദുഃഖിപ്പിക്കുകയും നിന്ദിക്കുകയും അതുപോലെ തന്നെ കെടുത്തിക്കളയുന്നതിനും തുല്യമാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ എന്നാൽ ഈ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്നതിൽ നിന്നും കെടുത്തിക്കളയുന്നതിൽ നിന്നും ഒരു വ്യത്യാസം നമുക്ക് വന്ന് മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മളിൽ ഉണ്ടാകേണ്ടതായിട്ടുള്ള ഒരു മാനസാന്തരം ആണ് അതിന് അടിസ്ഥാനം എന്നുള്ളതും നാം ദൈവവചനത്തിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ മാനസാന്തരപ്പെടുവാനായിട്ടുള്ളൊരു സാധ്യത എപ്പോഴും, മരണം വരെ മാനസാന്തരപ്പെടാനായിട്ടുള്ളൊരു സാധ്യത എപ്പോഴും ഓരോ ദൈവ പൈതലിൻ്റെയും മുൻപിൽ ഉണ്ട്. ദൈവം മാനസാന്തരപ്പെടുന്നതിന് വേണ്ടി ദൈവ സഹവിശ്വാസികളിലൂടെയും സഭാ ശുശ്രൂഷകന്മാരിലൂടെയും അല്ല എങ്കിൽ മറ്റ് ആളുകളിലൂടെയൊക്കെ ദൈവം ഉപദേശങ്ങൾ എന്നുള്ള നിലയിൽ കൊടുക്കും. എന്നാൽ അതിനൊന്നും കൂട്ടാക്കാതെ വന്നാൽ ഒരുപക്ഷെ ദൈവം ചില ബാലശിക്ഷയിലൂടെ കടത്തിവിടാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. അതിലൂടെയും കടത്തിവിട്ടിട്ടും ഒരാൾ മാനസാന്തരപ്പെടുന്നില്ല, ജഡത്തെ അനുസരിച്ച് തന്നെ ജീവിക്കുന്ന ഒരു ജീവിതശൈലിയോട് കൂടി അങ്ങ് മരിച്ചുപോയാൽ അവർക്ക് ഒരു ശിക്ഷാവിധി ഇല്ല എന്നുള്ള വാക്തത്വം ബാധകമല്ല എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ശരി, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ 5-ന്റെ 16 എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ നമ്മളിൽ ദൈവാത്മാവിനെ ദൈവം നൽകി, ആത്മാവിനാൽ ദൈവവചനത്തിലൂടെ നമുക്ക് ധാരാളം ആലോചനകൾ ദൈവം തരുമ്പോൾ ആത്മാവിനെ അനുസരിച്ചാണ്, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളെ അനുസരിച്ചാണ് നാം നടക്കുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല. അപ്പോൾ നാം ജഡത്തിൻ്റെ മോഹത്തിന് അനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ നാം ആത്മാവിനെ അനുസരിച്ചല്ല നടക്കുന്നത്, നമ്മളിൽ പ്രവർത്തിക്കുന്നത് നമ്മളുടെ ജഡമാണ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 17-ാമത്തെ വാക്യത്തിൽ ഗലാത്യർ 5:17 ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു, നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ പ്രതികൂലമല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ഒരു ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നതായിട്ടുള്ള ഒരാളുടെ ജീവിതം പ്രായോഗികമായി ഒരു അവിശ്വാസിയുടെ ജീവിതത്തോട് തുല്യമാണ്. അവൻ ആത്മാവിനെ ദുഃഖിപ്പിച്ചും നിന്ദിച്ചും കെടുത്തിയും കളഞ്ഞിട്ട് ആത്മാവിൽ നിന്നുള്ള യാതൊന്നും സ്വീകരിക്കുവാൻ കൂട്ടാക്കാതെ ഒരു അവിശ്വാസിക്ക് തുല്യമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ആളുകളാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആത്മാവിൻ്റെ അഭിലാഷം, ജഡത്തിൻ്റെ അഭിലാഷം, ഇത് രണ്ടും അന്യോന്യം വിരോധമാണ്. അതായത് നമ്മളുടെ ജഡം നമ്മളോട് ആവശ്യപ്പെടുന്നതല്ല, ആത്മാവ് ആവശ്യപ്പെടുന്നത്. ആത്മാവിൻ്റെ ചിന്ത നാം സ്വീകരിച്ച് നമ്മളുടെ ജഡത്തിൽ നമുക്ക് വലിയൊരു രൂപാന്തരം വരുത്തേണ്ടത് ആവശ്യമാണ്. അതാണ് നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ നാം വിശുദ്ധീകരണത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ജഡത്തിൽ നിന്ന് സ്വീകരിക്കുന്നത് കുറഞ്ഞ് വരികയും ആത്മാവിൽ നിന്ന് സ്വീകരിക്കുന്നത് കൂടി വരികയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ 100% ഒരാൾ ജഡത്തിൽ നിന്നുള്ള മോഹങ്ങളെ വേണ്ട എന്ന് വെച്ച് ആത്മാവിൻ്റെ ആലോചനകൾക്കനുസരിച്ച് 100% ഒരാളാകുമ്പോൾ അതിനെ ഒരു വിശുദ്ധീകരണത്തിൻ്റെ പൂർണ്ണത എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. എന്നാൽ വിശുദ്ധീകരണത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഈ ലോകത്തിൽ അത്ര സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ക്രിസ്തുയേശുവിൽ നാം വസിക്കുന്നുവെങ്കിൽ നാം ജഡത്തിൻ്റെ ആലോചനകൾക്കനുസരിച്ച് ജീവിക്കുന്ന ജീവിതത്തിൽ നിന്നും മാറി രൂപാന്തരപ്പെട്ട്, അങ്ങനെ അതാണ് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നാം രൂപാന്തരപ്പെടുന്നതിനനുസരിച്ചിട്ടാണ്
നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. അപ്പോൾ ആത്മാഭിലാഷം ജഡത്തിനും ജഡാഭിലാഷം ആത്മാവിനും വിരോധമായിരിക്കുന്നു. അതുകൊണ്ട് ജഡത്തെ അനുസരിച്ച് നാം ജീവിക്കുമ്പോൾ അത് ആത്മാവിൻ്റെ ഇഷ്ടത്തിന് തികച്ചും വിരോധമാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നതിന് നാം ജഡത്തിനല്ല കടക്കാരാകുന്നത് എന്ന് നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്ക് ജഡത്തിന് യാതൊരു ഘടവുമില്ല, എന്നാൽ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുവാനുള്ളൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. എന്തുകൊണ്ടാണ് ജഡത്തിന് നമ്മളൊരു കടവും ഇല്ല എന്ന് നമ്മൾ പറയുന്നത്? ഈ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ തന്നെ അതിന് 24-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആകയാൽ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് നമ്മൾ വായിച്ചതുപോലെ തന്നെ നമ്മൾ വായിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ക്രിസ്തുയേശുവിനുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ അവനിൽ വസിക്കുന്ന ആളുകളാണ് നാമെങ്കിൽ നമ്മുടെ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ നാം ക്രൂശിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ജഡത്തിൻ്റെ ഇഷ്ടങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ പൊങ്ങി വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ ആ ജഡത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മൾ വിധേയപ്പെടാതെ ആത്മാവ് അതേ സമയത്ത് നമുക്ക് നൽകുന്നതായിട്ടുള്ള ആലോചനകൾക്കനുസരിച്ച് നാം ജീവിക്കുമ്പോൾ ഈ ജഡത്തിൻ്റെ മോഹങ്ങളെ നാം ക്രൂശിക്കുന്നത്, അതിൻ്റെ രാഗമോഹങ്ങളെ ക്രൂശിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്രിസ്തുയേശുവിനുള്ളവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണ്, ജഡത്തെ അനുസരിച്ച് നടക്കുന്നവരല്ല. ജഡത്തിൻ്റെ മോഹങ്ങളെ ക്രൂശിച്ചിരിക്കുന്നവരുമാണ്. പ്രിയമുള്ളവരെ, കർത്താവ് തൻ്റെ പിന്നാലെ വരുവാനായിട്ട് തുനിയുന്ന ആളുകളോട്, ആഗ്രഹിക്കുന്ന ആളുകളോട് പറയുന്നതായിട്ടുള്ളൊരു വലിയ വ്യവസ്ഥ എന്ന് പറയുന്നത് അവർ തന്നെ ത്യജിച്ച് നാൾതോറും തൻ്റെ ക്രൂശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. അപ്പോൾ കർത്താവിൻ്റെ പിന്നാലെ പോകുവാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും ഒരു ക്രൂശുമായിട്ട് വേണം കർത്താവിൻ്റെ പിന്നാലെ പോകാനായിട്ട്. എന്തുകൊണ്ടാണ് ഒരു ക്രൂശുമായിട്ട് നാം കർത്താവിൻ്റെ പിന്നാലെ പോകേണ്ടത് എന്ന് ചോദിച്ചാൽ, ഇതുപോലെ ജഡത്തിൻ്റെ മോഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആ ജഡത്തിൻ്റെ മോഹങ്ങളെല്ലാം, ഇതൊരു ആലങ്കാരിക ഭാഷയാണെന്ന് നമുക്കറിയാമല്ലോ. ഏതെങ്കിലും ഒരു കുരിശിൻ്റെ ഒരു രൂപം നമ്മുടെ വസ്ത്രത്തിന്മേലോ അതല്ലെങ്കിൽ ഒരു കുരിശിൻ്റെ രൂപം നാം അങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുന്നു, അതൊന്നുമല്ല. ഇതൊരു ആലങ്കാരികമായിട്ടുള്ള ഒരു പ്രയോഗമാണ്. അതായത് നമ്മുടെ എല്ലാ മോഹങ്ങളും വേണ്ട എന്ന് വെച്ച് അതിനെയൊക്കെ മരണത്തിനേൽപ്പിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നാം ജീവിക്കണം. അപ്പോൾ നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളെയും മരണത്തിനേൽപ്പിക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പുണ്ടെങ്കിൽ മാത്രമാണ് ഒരുവന് കർത്താവിൻ്റെ പിന്നാലെ പോകുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങളെ മരണത്തിനേൽപ്പിച്ച് അല്ലെങ്കിൽ ക്രൂശിച്ച് നാം എടുത്തുകൊണ്ട് പോകുന്നതായിട്ടുള്ള ആ ക്രൂശിച്ച് നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ കർത്താവ് പറഞ്ഞതായിട്ടുള്ള അടുത്ത വ്യവസ്ഥ തന്നെ ത്യജിച്ച് എന്നുള്ളത് നാം പാലിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. തന്നെ ത്യജിക്കാത്ത ഒരാൾക്കും തൻ്റെ മോഹങ്ങളെ, തൻ്റെ ജഡത്തിൻ്റെ ഇഷ്ടങ്ങളെ ക്രൂശിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഇത് രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് പുറവും പോലെ പ്രാധാന്യമുള്ളതായിട്ടുള്ള കാര്യമാണ്. ഒരാൾക്ക് തന്നെ ത്യജിക്കുവാൻ സാധിച്ചാൽ പിന്നെ ആ ആളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജഡത്തിന് മോഹങ്ങളില്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം തന്നെ ത്യജിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളോ താല്പര്യങ്ങളോ മോഹങ്ങളോ ലക്ഷ്യങ്ങളോ ഒന്നും ഈ ലോകത്തില്ല. അവരുടെ ലക്ഷ്യങ്ങളെല്ലാം ദൈവകേന്ദ്രീകൃതമാണ്, അല്ലെങ്കിൽ നിത്യതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് യഥാർത്ഥത്തിലുള്ളൊരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുമായിട്ട് നമ്മുടേതായിട്ടുള്ള മോഹങ്ങളും ആയിട്ടാണ് നാം ഈ ലോകത്തിൽ ജീവിക്കുന്നതെങ്കിൽ നാം ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിട്ടില്ല, നാം ആ ജഡത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നു എന്ന് മാത്രമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ ജഡത്തെ ക്രൂശിച്ചിരിക്കുന്ന ആളുകൾ തന്നെ ത്യജിച്ച ആളുകളാണ്. തന്നെ ത്യജിച്ച ആളുകൾക്ക് മാത്രമേ ജഡത്തിൻ്റെ ഇഷ്ടങ്ങളെ ക്രൂശിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ജഡത്തിൻ്റെ ഇഷ്ടങ്ങളെ ക്രൂശിച്ചിരിക്കുന്നതായിട്ടുള്ള സ്വന്തമായിട്ട് താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും ഈ ലോകത്തില്ലാതെ ദൈവരാജ്യത്തിന് വേണ്ടി മാത്രം, ദൈവിക പദ്ധതികൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നതായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണ്. അവർ തന്നെ ത്യജിച്ചവരാണ്. അവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ഉന്നയിക്കപ്പെടാം, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അങ്ങനെയൊക്കെ ജീവിക്കാനായിട്ട് സാധിക്കുമോ? പ്രിയമുള്ളവരെ, നമ്മുടെ സമർപ്പണത്തിൻ്റെ തലം ആണ് അത് തീരുമാനിക്കുന്നത്. നമുക്കൊരിക്കലും ഈ ലോകത്തെയും അല്ലെങ്കിൽ ജഡത്തെയും ദൈവത്തെയും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതല്ല.
നാം ദൈവത്തെ അനുസരിച്ച് ജീവിക്കുവാനായിട്ട് നാം താല്പര്യപ്പെടുന്നുവെങ്കിൽ ഈ ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് നമുക്ക് വിധേയപ്പെടുവാനായിട്ടോ അതിനെ അനുസരിച്ച് ജീവിക്കുവാനായിട്ടോ നമുക്ക് സാധിക്കില്ല. കാരണം ജഡത്തിൻ്റെ ഇഷ്ടവും ആത്മാവിൻ്റെ ഇഷ്ടവും എന്ന് പറയുന്നത് അത് പ്രതികൂലമാണ്. അവ തമ്മിൽ ഒരിക്കലും ചേരുകയില്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ തന്നെ ത്യജിക്കാൻ മനസ്സില്ലാത്ത ഒരാൾക്ക് ക്രിസ്ത്യ ജീവിതം സാധ്യമല്ല. ഒരു ക്രൂശുമെടുത്ത് ഓരോ ദിവസവും ഓരോ നിമിഷവും സ്വന്തം ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും അല്ലെങ്കിൽ ജഡത്തിൻ്റെ ഇഷ്ടങ്ങളെയൊക്കെ ക്രൂശിക്കുവാൻ മനസ്സില്ലാത്ത ഒരാൾക്കും ഒരിക്കലും ഒരു ക്രിസ്തീയ ജീവിതം സാധ്യമല്ല. അപ്പോൾ സ്വന്തം ഇഷ്ടത്തെ ക്രൂശിച്ചില്ല എങ്കിൽ അത് നമ്മെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതോടുകൂടി നാം ദൈവത്തിൽ നിന്നും ദൈവിക കൃപയിൽ നിന്നും വീണു പോകും എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ജഡത്തിൻ്റെ ചിന്ത മരണമെന്നും ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ മരിക്കും നിശ്ചയമെന്നും ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ജോലി ചെയ്യുന്നതും വിദ്യാഭ്യാസം ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ ലോകത്തിലെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അത് ജഡികമാണോ അത് ആത്മീകമാണോ എന്നുള്ളൊരു ചോദ്യം അവിടെ സ്വാഭാവികമായിട്ടും ഉന്നയിക്കുന്നുണ്ട്. നമുക്കറിയാം പല മതങ്ങളിലും അതുപോലെ തന്നെ ചില ക്രിസ്തീയ വിഭാഗങ്ങളിലുമൊക്കെ ഈ ലോകത്തിൽ ജീവിക്കുന്നതായിട്ടുള്ള ആളുകൾ ഈ ലോകത്തിൽ ഉള്ളതായ ഒന്നിലും കൈകടത്താതെ അവർ ഒരു അല്ലെങ്കിൽ സന്യാസി സമാനമായിട്ടുള്ള ജീവിതം നയിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അങ്ങനെ എല്ലാത്തിൽ നിന്നും വിട്ട് ഏകാന്തമായി ജീവിക്കുന്ന ഒരു ജീവിതമല്ല നമുക്ക് ദൈവവചനത്തിൽ ദൈവമക്കളെ സംബന്ധിക്കുന്ന ജീവിതമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നത്. അധ്വാനിക്കാത്തവൻ ഭക്ഷണം കഴിക്കരുത് എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. അപ്പോൾ അധ്വാനിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. പിന്നെ നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം ഇടപെടുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യങ്ങൾ ജഡികമാണ് എങ്കിൽ നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവരാണ്. നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള എല്ലാ കാര്യത്തിൻ്റെയും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മീകമാണെങ്കിൽ നാം ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നതാണ്. ഇപ്പോൾ ഒരാൾ ജോലി ചെയ്ത് സമ്പത്തുണ്ടാക്കുമ്പോൾ ആ സമ്പത്തുണ്ടാക്കുന്നതിൻ്റേതായിട്ടുള്ള ലക്ഷ്യം എന്ത് എന്നുള്ളതാണ് അത് ആത്മീകമാണോ അത് ജഡികമാണോ എന്ന് തീരുമാനിക്കുന്നത്. ഒരാൾ വിദ്യാഭ്യാസം ചെയ്യുമ്പോൾ ആ വിദ്യാഭ്യാസം ചെയ്തതിൻ്റെ ഫലമായിട്ട് നാം എന്താണ് നേടുവാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് അത് ആത്മീകമായ കാഴ്ചപ്പാടുകളാണെങ്കിൽ അത് ആത്മീകമാണ്. എന്നാൽ അത് ജഡികമായിട്ടുള്ള കാഴ്ചപ്പാടുകളാലാണെങ്കിൽ അത് ജഡികമാണ്, അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. ഒരാൾ വിവാഹം കഴിക്കുമ്പോൾ ആ വിവാഹം കഴിക്കുന്നതിലൂടെ അവർ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യം അത് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള ആത്മീകമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് ആത്മീകമാണ്. എന്നാൽ മറ്റ് സമ്പത്തിനും പ്രതാപത്തിനും അങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാടോടുകൂടി ബന്ധത്തിൽ ഏർപ്പെടുന്നതായിട്ടുള്ള ആളുകളാണെങ്കിൽ അത് ജഡികമാണ് എന്ന് നമുക്കറിയാം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്നതായിട്ടുള്ള ഈവൻ ആത്മീകമായിട്ടുള്ള ശുശ്രൂഷകൾ പോലും ഒരുപക്ഷെ പുറമേ അത് ആത്മീകമാണ് എന്ന് തോന്നാമെങ്കിൽ പോലും അത് ജഡികമായി തീരുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇന്ന് ലോകത്തിൽ ക്രിസ്തീയത എന്ന് പറയുന്നത് ഒരു വലിയ വ്യവസായമായി തീർന്നിരിക്കുന്നു, ഒരു ധനാഗമന മാർഗമായി തീർന്നിരിക്കുന്നു, പേരിനും പ്രശസ്തിക്കും വേണ്ടിയുള്ള ഒരു കാര്യമായി തീർന്നിരിക്കുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആത്മീകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പോലും ജഡത്തിൽ നിന്ന് ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളതല്ല, ജഡത്തിൻ്റെ അതിപ്രസരമാണ് യഥാർത്ഥത്തിൽ നമുക്കിന്ന് ക്രിസ്തീയ ലോകത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആത്മീക പ്രവർത്തനങ്ങൾ പോലും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ദൈവവചനം നാം പഠിക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശവും ജഡികവും ആത്മീയവുമായി തീരാനായിട്ട് സാധിക്കും. ദൈവവചനം നാം പഠിക്കുന്നത് നമുക്ക് പഠിച്ച് അറിവ് വർദ്ധിപ്പിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു വലിയ നല്ല പ്രസംഗം നടത്തുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് തികച്ചും ജഡികമാണ്. അങ്ങനെ പ്രസംഗിച്ച് മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യിപ്പിച്ച് എന്തെങ്കിലും ലാഭങ്ങൾ ഉണ്ടാക്കുവാനായിട്ടാണെങ്കിൽ അത് ജഡികമാണ്. എന്നാൽ നമ്മുടെ രൂപാന്തരത്തിനും നമ്മുടെ അനുസരണത്തിനും അതുപോലെ തന്നെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നതായിട്ടുള്ള കൃപാവരങ്ങളെ ഉപയോഗിച്ച് ദൈവസഭയെ ശുശ്രൂഷിക്കുന്നതിനും ദൈവസഭയ്ക്കും ദൈവരാജ്യത്തിനും അനുഗ്രഹമായി തീരുന്നതിനും വേണ്ടിയാണ് നമ്മളുടെ വചനപഠനമെങ്കിൽ അത് ആത്മീയമാണ്. പ്രിയമുള്ളവരെ, ആത്മാവിനാലാണ് നാം നടത്തപ്പെടുന്നതെങ്കിൽ നാം ചെയ്യുന്നതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആത്മീയമായിരിക്കും. അല്ല, ജഡത്തിൻ്റെ മോഹങ്ങൾക്കനുസരിച്ചാണ് നാം ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്നതെങ്കിൽ പോലും അത് തികച്ചും ജഡികമായി തീരും. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അവൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.